എല്ലാവർക്കും ടാലന്റിലെ 8th CBC ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിതിന്റെ മൂന്നാമത്തെ സെക്ഷനാണ്. ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന പാഠത്തിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോഴ്സ്, അതിന്റെ ഫോഴ്സിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ, ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് തുടങ്ങിയ കൺസെപ്റ്റ് ആണ് നമ്മളോട് ചേഞ്ച് ചെയ്തത്. ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറ്റം വരുത്താൻ പറ്റും. അതിന്റെ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഫോഴ്സ് കാരണം നമ്മൾ അതുപോലെ എന്താണ് ഈ പറയുന്ന ഈ അതിന്റെ ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് മോഷന്റെ ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് മോഷൻ സംഭവിക്കാനും ഫോഴ്സ് ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും തൊട്ട് മുമ്പുള്ള രണ്ട് ആക്ടിവിറ്റികളിലായി നമ്മൾ പരിചയപ്പെട്ടതാണ്. നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകാം. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മോഷനിലേക്ക് കൊണ്ടുവരണമെങ്കിലോ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറ്റം വരെ മോഷന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിലോ വി മസ്റ്റ് അപ്ലൈ അൺബാലൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ളതാണ് നമ്മളവിടെ പഠിച്ചത്. ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഇവിടെ സെക്കൻഡാണ് നമ്മൾ പഠിച്ചത് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചത്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിന് മാറ്റം വരുത്താൻ പറ്റില്ല. സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ അവിടെ പറഞ്ഞു വെച്ചു. നമ്മളിപ്പോ ഒരു ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ മാവ് എടുത്തിട്ട് നമ്മളിങ്ങനെ ചുമ്മാ വെച്ചിരുന്ന ആ മാവ് ഒരു ഉണ്ടായിട്ട് അങ്ങനെ ഇരിക്കും. നമ്മൾ അതൊരു പ്ലസ് പാൻ ഉള്ളിലേക്ക് വെച്ചിട്ട് പരത്തുന്ന സമയത്ത് അത് പരന്ന ചപ്പാത്തി പോലെ ഷേപ്പിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ പരത്തുന്ന സമയത്ത് കിട്ടുന്നതാണ്. അപ്പൊ നമ്മളൊരു ഫോഴ്സ് കൊടുക്കാതെ സംഭവിക്കുമോ? ഇല്ല. ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റൂ. ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ അതിന്റെ എക്സ്റ്റൻഷൻ നടത്തുന്ന സമയത്തും ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, മാറത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. അതുപോലെ നമ്മൾ അവിടെ പറഞ്ഞത് വേറൊരു കാര്യം, നമ്മൾ ഇത് ഈ റബ്ബർ ബാൻഡിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ സ്കെയിലിൽ വെയിറ്റ് വെക്കുന്ന കാര്യം പറഞ്ഞു. ഇതൊക്കെ സമയത്തെല്ലാം പറഞ്ഞത് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറ്റം വരുത്താൻ പറ്റുമെന്നും അതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് മോഷൻ മാറ്റം വരുത്താൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫോഴ്സിന് ഡിഫറെന്റ് ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. അത് ഒരുപാട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമുക്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ടുണ്ട്. ബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ കോൺടാക്ട് ഫോഴ്സ്, നോൺ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് CBSE സിലബസിനുള്ളിൽ നമുക്ക് പഠിക്കുന്ന ചെറിയൊരു കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് കോൺടാക്ട് ഫോഴ്സും നോൺ കോൺടാക്ട് ഫോഴ്സും നോൺ കോൺടാക്ട് ഫോഴ്സും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഈ ഒരു സെക്ഷനിൽ പരിചയപ്പെടാനുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് കോൺടാക്ട് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഞാനിപ്പോ ഈ ബോർഡിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു. എന്റെ കൈ ഉപയോഗിച്ച് ഞാൻ ഇതിലേക്ക് പ്രസ് ചെയ്തുകൊണ്ടല്ലേ, അതായത് എന്റെ കൈയും ഈ ബോർഡും കോൺടാക്റ്റിൽ വന്നിട്ടാണല്ലോ ഈ ബോർഡിലേക്ക് ഞാൻ ഫോഴ്സ് കൊടുത്തത്. അത്തരത്തിലുള്ള ഫോഴ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോൺടാക്ട് ഫോഴ്സ്. ദാറ്റ് മീൻസ് ഫോഴ്സ് കൊടുക്കുന്ന ഒബ്ജക്റ്റും ഫോഴ്സ് ഏത് ഒബ്ജക്റ്റാണോ കൊടുക്കുന്നത് അതും എവിടെ നിന്നാണോ ഫോഴ്സ് കൊടുക്കുന്നത് ഈ രണ്ടും തമ്മിൽ കോൺടാക്റ്റിൽ വന്നാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ളവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺടാക്ട് ഫോഴ്സ് എന്നുള്ളത്. വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമ്മള് ഒരു വാഹനത്തിന് പുറകിൽ നിൽക്കുന്ന ഒരു കാർ ആയിക്കോട്ടെ, ഒരു മാരുതിയുടെ ഒരു കാർ അവിടെ ഉണ്ട്. ആ കാറിന് പുറകിൽ നിന്നിട്ട് നമ്മുടെ കാറിലേക്ക് പറയുന്നത് കാറിൽ പോകുമെന്ന് പറയുന്നത് കാർ പോകുമോ? ഇല്ല. നേരെ മറിച്ച് നമ്മൾ ആ കാറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാറിലേക്ക് കൈ വെച്ചതിന് ശേഷം നമ്മൾ കാറിന് തള്ളാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കാറിന് നമുക്ക് മുന്നിലോട്ടോ കാറിന് തള്ളിക്കൊണ്ടു പറ്റൂ. കാർ ഓടിക്കൊണ്ട് പോകുന്ന കാര്യമല്ലേ ഈ പറയുന്നത്, കാറിന് തള്ളിയോ അല്ലെങ്കിൽ തള്ളി മുന്നോട്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ആ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാറിൽ കൈ വെച്ചതിന് ശേഷമാണ് നമ്മൾ തള്ളി നമ്മളെ കൈയോ കാലോ ബലം കൊടുത്താൽ മാത്രമേ, ഫോഴ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ആ കാറ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ദാറ്റ് മീൻസ് അത് കോൺടാക്ട് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോളിനടുത്ത് പോയി നിന്നിട്ട് കാലുമായിട്ട് പോയി ഫുട്ബോൾ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ ബോൾ നീങ്ങിപ്പോവോ? ഇല്ല. നേരെ മറിച്ച് നമ്മൾ കാല് കൊണ്ട് നമ്മളൊരു ബലം പ്രയോഗിച്ചാൽ മാത്രമേ ആ ബോൾ എന്ത് ചെയ്യത്തുള്ളൂ, മോഷനിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. അതായത് നമ്മുടെ കാലും ഫുട്ബോളുമായി കോൺടാക്ട് വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കൂടുതൽ ബലം പ്രയോഗിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കാൻ സാധിക്കുന്നത്. ആ കൊടുക്കുന്ന ഫോഴ്സ് ഇപ്പൊ മെസ്സിയോ അല്ലെങ്കിൽ റൊണാൾഡോയൊക്കെയാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അവർ ലോകം അറിയപ്പെടുന്ന കളിക്കാരായിട്ട് മാറിയത്. നേരെ മറിച്ച് നമ്മൾ ക്രിക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഒരു ബോളർ ചെയ്യുന്നു, ഒരു ബാറ്റ്സ്മാൻ ആ ബോൾ ബാറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുമ്പോഴാണ് അത് 6ഉം 4ഉം ഒക്കെ ആയിട്ട് മാറുന്നത്. നമ്മൾ കോൺടാക്ട് ഉപയോഗിച്ച് കോൺടാക്ട് ചെയ്ത് പെർഫെക്റ്റ് ആയില്ല എന്ന് സംഭവിക്കും, കീപ്പറിന്റെ കേസിലേക്ക് പോകും. കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കോൺടാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ മാക്സിമം ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് കോൺടാക്ട് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് വസ്തുക്കൾ നമ്മളൊരു കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. പറഞ്ഞത് വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. എക്സാമ്പിൾ ആയിട്ട് മനസ്സിൽ ഓർമ്മിക്കേണ്ടത്, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തുള്ള നമ്മുടെ ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ഉപയോഗിച്ച് ബോളിനെ അടിച്ചു മാറ്റുന്നു.
അല്ലെങ്കിൽ ഫുട്ബോൾ സമയത്ത് സമയത്ത് കാല് ഉപയോഗിച്ചുകൊണ്ട് ഫുട്ബോൾ തട്ടി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു കാറ് തള്ളി നീക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ ഒരു ബെഞ്ച് അല്ലെങ്കിൽ ഡെസ്ക് ഒക്കെ തള്ളി നീക്കുന്നു, ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. നമ്മളൊരു ബാഗ് ഇങ്ങനെ പൊക്കിയെടുക്കുന്നു. ഈ ബാഗ് പൊക്കിയിടുന്ന സമയത്ത് നമ്മൾ ബാഗിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബാഗ് പൊങ്ങി വരുമോ? ഇല്ല. ചില സിനിമകളിലൊക്കെ കാണാൻ പറ്റും. അത് എന്താണ് പ്രേതം പടങ്ങളൊക്കെ കാണുന്ന സമയത്ത് അത് നോക്കുമ്പോൾ അതിങ്ങനെ അടുത്തോട്ട് വരുന്നേക്ക് തോന്നും. പക്ഷെ റിയൽ ലൈഫിൽ എവിടെയെങ്കിലും നമുക്ക് ഈ ഒരു ബാഗ് നമ്മൾ നോക്കിയ ബാഗ് നമ്മുടെ അടുത്തേക്ക് വരുമോ? ഇല്ല. നമ്മൾ ബാഗിനെ ഇങ്ങനെ തൂക്കിയെടുക്കണം, ഈ ബാഗ് നീക്കി എടുക്കണം. ആ സമയത്ത് മാത്രമേ ആ വസ്തു നമ്മുടെ അടുത്തേക്ക് വരൂ. ദാറ്റ് മീൻസ് നമ്മുടെ കൈ അതിന് പറ്റി നമ്മൾ വലിച്ച് നീക്കി എടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് നമ്മുടെ കൈയും ആ ബാഗ് നമുക്ക് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ബാഗ് നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പൊ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒബ്ജക്റ്റും ഏത് ഒബ്ജക്റ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്ത് വരണം, കോൺടാക്റ്റിൽ വരണം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, ഇതാണ് കോൺടാക്ട് ഫോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ നോൺ കോൺടാക്ട് ഫോഴ്സ്. എന്താണ് നോൺ കോൺടാക്ട് ഫോഴ്സ്? എന്താണ് പറയുന്നത്? നോൺ കോൺടാക്ട് ഫോഴ്സ്. ബാക്കി തന്നെ ഉണ്ട് അർത്ഥം. നോൺ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺടാക്റ്റും ഇല്ലാതെ ഫോഴ്സ് കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് നോൺ കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ നോക്കാം. എന്താണ് നോൺ കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മാവിൽ ഒരു മാങ്ങ ഇരിക്കുകയാണ്. മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ ആ മാങ്ങ എങ്ങോട്ട് വീഴും? താഴോട്ട് വീഴോ മുകളിലോട്ട് വീഴോ? അല്ലെങ്കിൽ ഒരു തെങ്ങിൽ ഒരു തേങ്ങ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരത്തിലൊരു ഫലം ഇരിക്കുകയാണ്. അത് പഴുത്ത് അതിന്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് വീഴും? താഴേക്കല്ലേ വീഴുന്നത്. എന്തുകൊണ്ടത് താഴേക്ക് വീഴുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ള ഗ്രാവിറ്റേഷൻ ലോ അനുസരിച്ചാണ് ആ ഒബ്ജക്ട് താഴേക്ക് വീഴുന്നത്. അല്ല ഭൂമി പോയി മാങ്ങയെ തട്ടി മാങ്ങ വിളിച്ചുകൊണ്ട് വരുന്നതല്ല. ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ടുള്ളത് കൊണ്ടാണ് കൃത്യമായി ആ മാങ്ങ എന്തോ ചെയ്യുന്നത്, താഴേക്ക് തന്നെ വീഴുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. അത് പിന്നെ ഇത് പറഞ്ഞ കുറച്ചൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഈ മാഗ്നറ്റിക് ഫോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാഗ്നറ്റിനെ അടുത്ത് കൊണ്ടുവന്ന് വേറെ മാഗ്നറ്റ് ടച്ച് ചെയ്യുമ്പോഴാണോ ആ മാഗ്നറ്റ് ഒട്ടുന്നത്? അല്ല. ഒരു മാഗ്നറ്റിന്റെ അടുത്ത് ഒരു മുട്ടുപിന് മുട്ടുസൂചി കൊണ്ടുവെക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ആ മുട്ടുസൂചിയെ മാഗ്നറ്റ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അവ തമ്മിൽ ആ ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് നടക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടച്ച് ചെയ്തിട്ടാണോ? അല്ല, ടച്ച് ചെയ്യുന്ന മുമ്പാണ്. ദാറ്റ് മീൻസ് നോൺ കോൺടാക്ട് കണ്ടീഷനിലാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതൊരു നോൺ കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ഇലക്ട്രിക് ചാർജൊക്കെ നോൺ കോൺടാക്ടിന് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കുക. അപ്പൊ എന്താണ് കോൺടാക്ട് ഫോഴ്സ് എന്നും എന്താണ് നോൺ കോൺടാക്ട് ഫോഴ്സ് എന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം ആ വാക്കിൽ തന്നെ ഉണ്ട് കോൺടാക്ട് ചെയ്തുള്ള ഫോഴ്സ്, കോൺടാക്ട് ഫോഴ്സ്. കോൺടാക്ട് ഇല്ലാതെ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ചെയ്യുന്ന സമയത്താണ് നോൺ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയുക. നമുക്കിനി ഏതൊക്കെയാണ് ഇതിന്റെ ഈ ക്ലാസിഫിക്കേഷൻ അകത്ത് വരുന്നതെന്ന് പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കോൺടാക്ട് ഫോഴ്സും നോൺ കോൺടാക്ട് ഫോഴ്സും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ ഫോഴ്സ് നമ്മൾ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്ന് കോൺടാക്ട് ഫോഴ്സ്, അതുപോലെ നോൺ കോൺടാക്ട് ഫോഴ്സ്. അപ്പൊ കോൺടാക്ട് ഫോഴ്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സാധനമാണ് മസ്കുലാർ ഫോഴ്സ്. വാട്ട് യു മീൻ ബൈ മസ്കുലാർ ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നതെല്ലാം നമ്മുടെ മസിൽ ഉപയോഗിച്ചുള്ള എന്താണ് ഫോഴ്സ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെല്ലാം മസ്കുലാർ ഫോഴ്സ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു ഡെസ്ക് പുഷ് ചെയ്തുകൊണ്ട് പോയാലോ അല്ലെങ്കിൽ ഡോർ ഇങ്ങോട്ട് പിടിച്ച് പുള്ളി അടച്ചാലോ നമ്മൾ അതെല്ലാം മസ്കുലാർ ഫോഴ്സ് എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ ഇരിക്കുമ്പോൾ നമ്മൾ കിക്ക് ചെയ്താലോ അതൊരു മസ്കുലാർ ഫോഴ്സ് ആണ്. നമ്മളിനി ഒരു ബോൾ ത്രോ ചെയ്താലോ നമ്മുടെ മസ്കുലാർ ഫോഴ്സ് ആണ്. മനസ്സിലായില്ല? അതായത് നമ്മളിപ്പോ ഒരു റോപ്പ് ഉണ്ട്, ആ റോപ്പിൽ കൂടെ വലിച്ചിങ്ങനെ തൂങ്ങി നമ്മൾ കയറി മുകളിലോട്ട് പോകണം, അത് നമ്മുടെ മസ്കുലാർ ഫോഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോക്സിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം ആക്ടിവിറ്റിയിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് നമ്മളെന്ത് പ്ലേയിങ് അല്ലെങ്കിൽ റണ്ണിങ് അല്ല നമ്മുടെ മസ്കുലാർ ആക്ടിവിറ്റി കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ നല്ല മസ്കുലാർ സ്ട്രെങ്ത് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല അവിടത്തെ കൂടുതൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. അത്ര മസ്കുലാർ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് അവർ അതായത് മസ്കുലാർ ഫോഴ്സ് നമ്മുടെ ബോഡി ഇപ്പൊ നമ്മളൊരു കൗടത്തിലുണ്ട്, അത് നമ്മൾ വലിച്ചുകൊണ്ട് പോവാണ്, അല്ലെങ്കിൽ നമ്മളൊരു ടഗ് ഓഫ് മീൻസ് ഒരു വടംവലി മത്സരം നടക്കുകയാണ്. ആ സമയത്തൊക്കെ ഈ നമ്മുടെ എല്ലാ സമയങ്ങളിലും നമ്മുടെ മസ്കുലാർ ഫോഴ്സ് മസിലിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ മത്സരം വിൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്സിന്റെ നമ്മുടെ മസിൽസ് ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം എന്ത് കാറ്റഗറി വരുന്നു, മസ്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി. ദിസ് ടൈപ്പ് ഓഫ് ഈ മസ്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണ്, കോൺടാക്ട് ആണ്. ഒന്നും നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നടക്കുമോ? ഇല്ല, എല്ലാം നമ്മൾ മസിൽസ് ഉപയോഗിക്കണം. ഒന്നും നമ്മുടെ കാലിലെ മസിൽസ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ മസിൽസ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമ്മളൊരു ഫുട്ബോൾ ഹെഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ
നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ ബ്രെയിൻ തലയുടെ പ്രസൻസ് സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തും ഹ്യൂമൻ ബീങ്സിന്റെ മസിൽസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്ന കാര്യം ഓർമ്മിച്ചിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ആക്ടിവിറ്റിയും ഓൾമോസ്റ്റ് എന്ത് കാറ്റഗറി തന്നെ വരും, മസ്കുലർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ വരാറുണ്ട്. അപ്പൊ ഈ മസ്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ മസിൽ ഉപയോഗിച്ചുള്ള ഫോഴ്സുകളെ പൊതുവെ നമ്മൾ വിളിക്കുന്നവരാണ് ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും മസ്കുലർ ഫോഴ്സിന് പരമായുള്ള ആക്ടിവിറ്റിയാണ്. അത് എന്ത് കാറ്റഗറി വരും ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി വരുന്ന കാര്യമാണ്. അതുപോലെ അടുത്ത വരുന്ന സാധനമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്കറിയാം നമ്മുടെ ഫ്രിക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് അടുത്ത ചാപ്റ്റർ നമ്മൾ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അത് കൂടുതലായി പഠിക്കും. ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സർഫസിൽ കൂടെ ഒരു ഒബ്ജക്ട് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്, സർഫസിൽ കൂടി ഈ ഒരു ഒബ്ജക്ട് ഫോർവേഡ് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ സർഫസ് ഈ പെണ്ണിന്റെ മോഷൻ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ബാക്ക്വേർഡ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മുടെ കൈക്കകത്ത് ചെറിയൊരു ഹീറ്റ് ഉണ്ടാകും. ഡ്യൂ ടു ദ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റാണ്. അപ്പൊ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിവിടെ വളരെ ലഘുവായിട്ട് അത് ഫ്രിക്ഷണൽ ഫോഴ്സ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈച്ച് ആൻഡ് എവറി കോമൺ സെക്ഷൻ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മളത് പഠിക്കും. ആ സമയത്ത് നമുക്കത് കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ഫോഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് തരം ഫോഴ്സുകളാണ്, ഒന്ന് മസ്കുലർ ഫോഴ്സും ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സും എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ദെൻ സെക്കൻഡ് വരുന്നതാണ് ഇതെന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്ന സാധനം. നോൺ കോണ്ടാക്ട് ഫോഴ്സ്, ഈ നോൺ കോണ്ടാക്ട് നമ്മൾ എന്താണ് കോണ്ടാക്ട് ഫോഴ്സും എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ കോണ്ടാക്ടിനകത്ത് വരുന്നതാണ് മസ്കുലർ ഫ്രിക്ഷണൽ എന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു. അടുത്ത കഴിഞ്ഞ് നോൺ കോണ്ടാക്ടിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫോഴ്സുകളാണ് ഒന്ന് മാഗ്നറ്റിക് ഫോഴ്സ്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻസിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ രണ്ട് മാഗ്നറ്റുകൾ തമ്മിൽ ലൈക്ക് പോൾസ് വരെ തമ്മിൽ വരികയാണെങ്കിൽ എന്താണ് റിപ്പൾസീവ് ഫോഴ്സ് ആയിട്ട് മാറുകയും അൺലൈക്ക് പോൾസ് ആണ് വരികയെങ്കിൽ അത് നമ്മുടെ അട്രാക്ഷൻ ആയിട്ട് വരികയും ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് വന്നാൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. നോർത്ത് സൗത്തും വന്നു കഴിഞ്ഞാൽ അൺലൈക്ക് ചാർജസ് പോൾസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. ജസ്റ്റ് എക്സാമ്പിൾ, ടു മാഗ്നറ്റ്സ് നമ്മൾ ഇത് ഇതും ഒരു മാഗ്നറ്റ് ആണെന്ന് പരിഗണിക്കാം. ഇവ തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ടാണോ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല, അവരുടെ ഈ ഒരു മാഗ്നറ്റിന്റെ പ്രസൻസിലേക്ക് ഈ ഒരു മാഗ്നറ്റ് വരുമ്പോൾ തന്നെ ഇവ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. സംടൈംസ് ഈ ആക്ടസ് എന്താണ്, സംടൈംസ് എന്താണ് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും, സംടൈംസ് എന്തായിരിക്കും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇപ്പൊ സെയിം പോൾസ് തമ്മിൽ വന്നാൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിട്ടിരിക്കും, അൺലൈക്ക് പോൾസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഇവ തമ്മിൽ ടച്ച് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുമ്പേ തന്നെ എന്ത് സംഭവിക്കും, കോണ്ടാക്റ്റിൽ വരുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ആക്ഷൻ, ഒരു ആക്ടിവിറ്റി അവിടെ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ എന്ത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുപോലെ കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. ദെൻ അടുത്ത നമ്മൾ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. സിമിലർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സിന്റെ സെയിം അവസ്ഥയാണ്. അവിടെ ഉപയോഗിക്കുന്നത് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ആണ്. അവിടെ തന്നെ നമുക്കറിയാം പോസിറ്റീവ് വന്നാൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് വന്നാൽ റിപ്പൽ ചെയ്യും. നെഗറ്റീവ് വന്നാൽ റിപ്പൽ ചെയ്യും. അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഈ ഒരു കാറ്റഗറി നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ഇവ എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. നിയർ ബൈ വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. അപ്പൊ ഇവിടെയും നിയർ ബൈ വരുന്നത് കോണ്ടാക്ട് വരണമെന്നില്ല. നോൺ കോണ്ടാക്ട് കണ്ടീഷൻ തന്നെ എന്ത് ചെയ്യും, ഫോഴ്സ് അട്രാക്ട് ചെയ്യും. അങ്ങനെ ഈ വരുന്ന രണ്ട് സിറ്റുവേഷനാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഇതിൽ ഗ്രാവിറ്റേഷൻ ആണെങ്കിൽ ഉൾപ്പെടുത്താൻ കേട്ടോ, ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടി പറയാം. അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ് പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറയാം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പറയാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തൊരു ഒബ്ജക്ട് എടുത്ത് മുകളിലേക്ക് ഇറങ്ങാൻ ആ ഒബ്ജക്ട് എല്ലാം തിരിച്ച് എവിടേക്ക് എർത്തിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒബ്ജക്ട് താഴേക്ക് തന്നെ വരുന്നത്. അതായത് എർത്തിന്റെ കയ്യിലെടുത്ത് പോയി പിടിച്ചിട്ട് കൊണ്ടുവന്നൊന്നുമല്ല. അതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം വ്യക്തമായും തോന്നുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായും പറഞ്ഞത് ഫോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ ബാലൻസ് ഫോഴ്സ് എന്നോ അൺബാലൻസ് ഫോഴ്സ് എന്നോ ഉള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ഒരു ക്ലാസിഫിക്കേഷനാണ് കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. ഈ എന്താണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് നിന്നുകൊണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. കോണ്ടാക്ട് ഇല്ലാതെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോണ്ടാക്ട് ഫോഴ്സിൽ മസ്കുലർ ഫോഴ്സ്
ഈ മസ്കുലർ ഫോഴ്സ് ഒരു എക്സാമ്പിൾ ആണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു എക്സാമ്പിൾ ആണ്. നോൺ കോൺടാക്ട് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതിന്റെ ഒരു എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. ഇത്രയുമാണ് ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു സെക്ഷനോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫോഴ്സ് കഴിഞ്ഞാൽ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന സെഗ്മെന്റ് ആണ്. നമ്മൾ അടുത്ത പ്രഷർ എന്ന കാര്യം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതുകൂടി ആവുമ്പോൾ നമ്മുടെ 8th സ്റ്റാൻഡേർഡ് CBSE ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഫോഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുഷ് ഓർ പുൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. അതുപോലെ ഫോഴ്സുമായി ബന്ധപ്പെട്ട് സെയിം ഡിറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യുമെന്നും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അത് ഫോഴ്സുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം കൂടി ഇതാണ്. എന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് മോഷൻ സംഭവിക്കണമെങ്കിൽ വി മസ്റ്റ് പ്രൊവൈഡ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ടു ഇറ്റ് എന്നാണ്. അതുപോലെ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറ്റം വരുത്തണമെങ്കിലും വി ക്യാൻ പ്രൊവൈഡ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ടു ദാറ്റ് ഒബ്ജക്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് കോൺടാക്ട് ഫോഴ്സ് എന്താണ്, നോൺ കോൺടാക്ട് ഫോഴ്സ് എന്തെന്നുള്ളതാണ്. അതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് മസ്കുലർ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ മസ്കുലർ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ എന്നുള്ളതാണ്. നോൺ കോൺടാക്ടിന്റെ മാഗ്നറ്റിക് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എക്സാമ്പിൾ എന്നുള്ള കാര്യത്തിൽ ഓർമ്മിച്ചിരിക്കുക. ഈ പേരുകൾ കൃത്യമായി പഠിച്ചു വെക്കുക. നിങ്ങളുടെ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തിനാ കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ പഠിച്ചു വെക്കുക, നോൺ കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അത് എങ്ങനെ ആക്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡയഗ്രാം തന്നെ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് എഴുതാൻ പറ്റും. അപ്പൊ ഫോഴ്സ്, കോൺടാക്ട് ഫോഴ്സ്, മസ്കുലർ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, നോൺ കോൺടാക്ട് മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇത്രയും നമുക്ക് ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട് ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളൂ. അത് ഞാൻ വളരെ ബ്രീഫ് ചെയ്ത് പറഞ്ഞാണെങ്കിൽ നമുക്ക് പ്രഷർ എന്ന സെഗ്മെന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ.